ഹലോ എവ്രി വൺ. അപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഒരു ഫേസ് 12 നോട്ടിഫിക്കേഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് അത് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതിന് ബേസ് ചെയ്തിട്ടൊക്കെ ഒന്ന് പറഞ്ഞു പോവാം, ജസ്റ്റ് വിത്തിൻ സം മിനിറ്റ്സ്. ഓക്കെ, അപ്പം ഞാനിപ്പം അവൈലബിൾ ചെയ്തിരിക്കുന്നത് ഒരു SSC government.in വെബ് പോർട്ടലാണ്. ഇവിടെ ലോഗിൻ ആൻഡ് രജിസ്റ്റർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ജസ്റ്റ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇൻക്രെഡിബിൾ ഇന്ത്യ, ഡാറ്റ government.in, ഡിജിറ്റൽ ഇന്ത്യ, India.government.in, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവർക്കാണ് അതിൻ്റെ അത് ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ ഇതിൻ്റെ ലോഗിൻ ആൻഡ് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണുള്ളത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് പോകാം. SSC.government.in സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിൻഡോ കിട്ടും. ഓക്കെ, ദെൻ യു ജസ്റ്റ് ഗോ ആൻഡ് ക്ലിക്ക് രജിസ്റ്റർ നൗ. കാൻഡിഡേറ്റ് യൂസർ നെയിം രജിസ്ട്രേഷനൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്യുക. പാസ്വേഡും ക്യാപ്ചൊക്കെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ഓർ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ദെൻ ആദ്യം രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. ഐ വിൽ ജസ്റ്റ് ഷോ ദാറ്റ്. ഇതാണ് നിങ്ങൾ രജിസ്റ്റർ നൗ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന വിൻഡോ ഇങ്ങനെയാണ്. ഇതിൽ 4 ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാസ്വേഡ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, പാസ്വേഡ് ക്രിയേഷൻ, അഡീഷണൽ ഡീറ്റെയിൽസ്, ഡിക്ലറേഷൻ തുടങ്ങിയ 4 പ്രോസസ്സ്. ഈ 4 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ OTR രജിസ്റ്റേർഡ് ആവും. പിന്നെ നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻസും പോസ്റ്റസും ഓൺലൈൻ ത്രൂ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ വരുന്ന ഹോം പേജ് ഇങ്ങനെയായിരിക്കും. ഹോം പേജല്ല, വൺ ടൈം രജിസ്ട്രേഷൻ ഹോം പേജിൽ നിന്നും വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് മൂവ് ചെയ്ത പേജ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യാം. അത് ജസ്റ്റ് വായിച്ച് നോക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ നോക്കാം. അതിൽ നിങ്ങൾക്ക് ആധാർ ഉണ്ടെങ്കിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. അത് വെരിഫൈ ചെയ്യാം. എല്ലാം മാൻഡേറ്ററി ആണ്. എല്ലാം നിങ്ങൾ കമ്പൾസറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ആധാർ കാർഡ് യെസ് ക്ലിക്ക് ചെയ്തതിന് നിങ്ങളിവിടെ നമ്പർ എഴുതുക, അതിന് വെരിഫൈ ചെയ്യണം. പിന്നെ അത് ആധാർ കാർഡില്ലെങ്കിൽ നിങ്ങൾക്ക് ആധാർ ഐഡൻറ്റിഫിക്കേഷൻ കാർഡൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജെൻഡർ ക്ലിക്ക് ചെയ്യുക. ദെൻ നെയിം വേറെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പുതിയ നെയിം നിങ്ങളുടെ ന്യൂ നെയിം ഇവിടെ എൻ്റർ ചെയ്യണം. പിന്നെ നെയിം മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലുള്ള പേരാണ് തേർഡിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. SSLC ബുക്കിൽ എന്താണ് നിങ്ങളുടെ ഫുൾ നെയിം അവിടെയാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ഈ ചേഞ്ചിങ് നെയിം വരുന്നത്. അത് നിങ്ങൾ യെസ് ഉണ്ടെങ്കിൽ, യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ ചേഞ്ച് നെയിം ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ അത് കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ യു ക്യാൻ മൂവ് ടു ജെൻഡർ. അത് ജെൻഡർ ഏതാ വെരിഫൈ ചെയ്യുക. ജെൻഡർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ തുടങ്ങിയ 3 ജെൻഡർ കാറ്റഗറീസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ആൻഡ് ദെൻ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതൊരു കലണ്ടർ പോലെ മാർക്ക് ചെയ്ത് ഈ പ്ലേസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ഏത് ഡേറ്റ് ഓഫ് ബർത്തിലാണ് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം എല്ലാം വെരിഫിക്കേഷൻ ചെയ്യണം. ഫാദേഴ്സ് നെയിം വെരിഫൈ ചെയ്യുന്ന പോലെ മദർ നെയിം വെരിഫൈ ചെയ്യണം. ഈ റെഡ് മാർക്കൊക്കെ കാണുന്നത് അതൊക്കെ മാൻഡേറ്ററി ഫീൽഡാണെന്നുള്ളതാണ് അവർ കാണിക്കുന്നത്. പിന്നെ അത് വെരിഫിക്കേഷൻ ചെയ്യുക. മെട്രിക്കുലേഷൻ, 10th ക്ലാസ് എഡ്യൂക്കേഷൻ ബോർഡൊക്കെ അത് ഏത് കാറ്റഗറി, അതായത് നമ്മൾ കേരള ബോർഡ്സ് ഓഫ് എക്സാമിനേഷനാണ് കൊടുക്കേണ്ടത്. നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കർണാടക രജിസ്ട്രേഷനും കിട്ടും, കേരള രജിസ്ട്രേഷനും കാണാൻ പറ്റും. അതിൽ കേരളയാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്, കർണാടക അല്ല. മാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക. റോൾ നമ്പർ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാൻഡിഡേറ്റ് പോർട്ടൽ ഇതാണ്. ഞാനിപ്പം SSC.government.in സൈറ്റിൽ നിന്ന് കാൻഡിഡേറ്റ് പോർട്ടൽ ത്രൂ ഒന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാണ്. നേരത്തെ കണ്ട പോലെ തന്നെ ഇതാണ്. നേരത്തെ ഒരു PDF ഫയലായിരുന്നു, ഇത് വെബ്സൈറ്റാണ്. ഗൂഗിളിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പാസ്വേഡ് ക്രിയേഷൻ, അഡീഷണൽ ഡീറ്റെയിൽസ്, ഡിക്ലറേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടുണ്ടാവും. ഇവിടെ ക്ലിക്ക് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ ലോഗിൻ ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ലോഗിൻ അല്ല, രജിസ്റ്റർ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടോ സൈറ്റ് പ്രോസസ്, ഇയർ ഓഫ് പാസിങ്, അതൊക്കെ വെരിഫൈ ചെയ്യണം. നിങ്ങൾ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ്. ഇതാണ് ആ വെബ് പോർട്ടൽ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് SSC.government.in നിന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
പിന്നെ നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം, ഒരു സ്പെഷ്യൽ മെൻഷൻ ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. നിങ്ങൾ ഈ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാൻഡിഡേറ്റ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. നിങ്ങൾ വേറൊരാളുടെ നമ്പറോ ഇമെയിൽ ഐ ഡിയോ പാസ് ചെയ്യരുത്. ബിക്കോസ് ഓരോ ഈച്ച് ആൻഡ് എവ്രി വൺ ഹാസ് ആൻ യുണീക്ക് ഇമെയിൽ അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ ആണ് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അതിവിടെ വാലിഡേറ്റ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡേറ്റ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെത് ഒ ടി പി വരുള്ളൂ. ലൈക്ക് കണ്ടോ, മൊബൈൽ നമ്പർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കുന്നത് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ്. ഇവിടെ അതങ്ങനെ വരും, വാലിഡേറ്റ് ഒ ടി പി എന്നുണ്ട്. അത് നിങ്ങളുടെ ഫോൺ നമ്പറിൽ നിന്നും മെയിലിൽ നിന്നും ഒ ടി പി ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, പാസ്വേഡ് ക്രിയേഷൻ. പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ നമ്പറും പാസ്വേഡും നിങ്ങളുടെ മെയിൽ അഡ്രസ്സിൽ വരും. ആ മെയിൽ അഡ്രസ്സിൽ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്യേണ്ട പ്രോസസ്സാണ് ഇപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഈച്ച് ആൻഡ് എവറി പ്രോസസ്സ് ശ്രദ്ധിച്ച് കേൾക്കണം. പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡും ഒരു രജിസ്ട്രേഷൻ നമ്പറും ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൺ നമ്പറും മെയിൽ അഡ്രസ്സും പക്ക കറക്റ്റായിരിക്കണം. നിങ്ങളത് കൊടുക്കുന്നത് തെറ്റിച്ച് കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. തെറ്റിച്ച് കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ബിക്കോസ് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്ര ചെയ്യേണ്ടത് കറക്റ്റ് മെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ അത് വാലിഡേറ്റ് ചെയ്യും. അത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു രജിസ്റ്റർ നമ്പറും പാസ്വേഡും മെയിലിൽ വന്നാൽ അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. ഹലോ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, പുതിയൊരു ടാബ് വന്നിട്ടുണ്ടോ, ഇത് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിത് PDF വിത്ത് ഗൂഗിൾ ഇതായിട്ടാണ് പറയുന്നത്. ഇത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് ഞാൻ PDF യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം സൈൻ ഇൻ ഇത് വരുമ്പോൾ ഹലോ കാൻഡിഡേറ്റ് നിങ്ങളുടെ പഴയ രജിസ്റ്ററും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്യുക. പഴയ രജിസ്റ്ററും ലൈക്ക് നിങ്ങളുടെ മെയിലിലേക്ക് വന്ന രജിസ്റ്ററും നമ്പറും ദെൻ പാസ്വേഡുമാണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. അത് സൈൻ ഇൻ ചെയ്താൽ നിങ്ങൾക്കിതാ പുതിയ കണ്ടോ പാസ്വേഡ് ക്രിയേഷൻ ടാബിലേക്ക് മൂവ് ചെയ്തു. ആൻഡ് ദെൻ ഇതാ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഓൾഡ് പാസ്വേഡും ഇവിടെ കൊടുത്തത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ പാസ്വേഡ് ഇവിടെ കൊടുക്കാം. അതിലിവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇതൊന്ന് വായിച്ച് നോക്കുക. ഈ നോട്ട്സ് റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ ആഡ് ചെയ്യുക ന്യൂ പാസ്വേഡിൽ. ഇതൊന്നും ഒന്നുമല്ല, ഇത്രയും കാര്യങ്ങളാണ്. 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. 2 അപ്പർ കേസ് ലെറ്റേഴ്സ് വേണം, 2 ലോവർ കേസ് ലെറ്റേഴ്സ് വേണം, നമ്പർ ഇൻക്ലൂഡഡ് ആയിരിക്കും, ന്യൂമറിക് ലെറ്റേഴ്സ് വേണം, ആൽഫബറ്റ്സ് ആൻഡ് ന്യൂമേഴ്സ് എല്ലാം വേണം. ഇൻക്ലൂഡ് 1 or more സ്പെഷ്യൽ ക്യാരക്ടർ. 1 or more സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിനിമം 1 സ്പെഷ്യൽ ക്യാരക്ടർ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്പെഷ്യൽ ക്യാരക്ടർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അറ്റ്, ആഷ്, പെർസെൻറ്റേജ്, ആരോ മാർക്സ് ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ്, എക്സ്ക്ലമേറ്ററി ടാഗ്, ഇതൊക്കെയാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊണ്ട് അത് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിലൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. പിന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഇവിടെ സെർച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പം ഒന്നുമില്ല, 2-3 കാര്യങ്ങളാണ് ചോദിക്കുക. ഒന്നുകിൽ നിങ്ങളുടെ ബോൺ സിറ്റി, നേറ്റീവ് സിറ്റി ഏതാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ബുക്സ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ബുക്സ് ഏതാണ്, ലൈക്ക് ഫിലിംസ് ആൻഡ് ദെൻ സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആഡഡ് ആവുക. അത് നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏത് കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്പെസിഫൈഡ് ആൻസർ കൊടുക്കുക. അങ്ങനെ 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സെക്യൂരിറ്റി റീസൺസിൻ്റെ കാരണമായിട്ടാണ് അത് അങ്ങനെ കൊടുക്കാൻ പറയുന്നത്. സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റഡ് ആയി. അതായത് പഴയ പാസ്വേഡ് മാറിയിട്ട് ന്യൂ പാസ്വേഡ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ആ രജിസ്റ്റർ നമ്പറും പാസ്വേഡും ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഓട്ടോ സേവ് കൊടുത്താലും മതി. അത് നിങ്ങൾ ഓട്ടോ സേവ് കൊടുക്കുന്ന PC ഏതാണെന്നുള്ളത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പബ്ലിക് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലൊക്കെ പോയിട്ട് ഓട്ടോ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി സേവ് ആവും. അത് നിങ്ങൾക്ക് തന്നെ ഭയങ്കര പ്രോബ്ലം ആയിട്ട് വരും. അപ്പം നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ മാത്രം അത് മാക്സിമം സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും ഇവിടെ വരും. അത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങളാണ്. ഓഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അതായത് നിങ്ങൾ ഏത് കാറ്റഗറൈസ്ഡ് ആണ് നോക്കും. പിന്നെ അത് വെരിഫൈ ചെയ്യണം ഏത് നാഷണാലിറ്റിയാണ്. അത് നാഷണാലിറ്റീൻ്റെ കൂടെ സിറ്റിസൺ ഓഫ് ഇന്ത്യയുടെ പല ഏരിയയിലുള്ള കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അവർ സിറ്റിസൺസിനെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തിയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡിസബിലിറ്റി അല്ല, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ അവിടെ മെൻഷൻ ചെയ്യുക.
ഡിസബിലിറ്റി എന്നുള്ളത് ഡിസബിലിറ്റി അല്ല, ഡിഫറെൻറ്റ് ഏബിൾഡ് ആണ്. അതിന് സർട്ടിഫിക്കറ്റ് നമ്പർ മെൻഷൻ ചെയ്യുക. ഈ ഏത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി എന്നുള്ളവർ പറയുന്നുണ്ട്. ബ്ലൈൻഡ്നെസ്, ലോ വിഷൻ, ഹാർഡ് ഓഫ് ഹിയറിംഗ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, ഓട്ടിസം തുടങ്ങിയ കുറേ കാറ്റഗറൈസ്ഡ് ഇവർ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഇവിടെ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി അത് ഓപ്റ്റ് ചെയ്യുക. അതിന് സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ ആഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും പിൻകോഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ അത് ന്യൂ ആയിട്ട് ആഡ് ചെയ്യണമെന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അത് ടോട്ടൽ അഡ്രസ്സിൽ കൺസിഡർ ചെയ്യപ്പെടും. അതായത് നിങ്ങൾ ഹൗസ് നെയിമും പോസ്റ്റ് ഓഫീസും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും പിൻകോഡും മാത്രം ഇവിടെ ആഡ് ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ അഡ്രസ്സിൽ നോട്ടിഫൈ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇവിടെയും അത് ഏത് പിൻകോഡും സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും കൊടുക്കുകയാണെങ്കിൽ അത് ഇവിടെ എന്തായാലും മാൻഡേറ്ററി ആണ്. സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും പിൻകോഡും റിപ്പീറ്റേഷൻ ആവും. അത് വരാതിരിക്കാനാണ് പറയുന്നത്. അതിന് പ്രസൻറ്റ് അഡ്രസ്സ് ആണെങ്കിൽ അത് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ആൻഡ് സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ടാഗിലേക്ക് വരും. യെസ്, ഡിക്ലറേഷൻ പ്രോസസ്സാണ്. എഗ്രി ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. എല്ലാ സൈറ്റ്സിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ മാക്സിമം വായിച്ച് നോക്കാൻ ശ്രമിച്ച ശേഷം മാത്രം എഗ്രി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡിക്ലറേഷനിൽ 1-2 കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഒന്നുമില്ല, എല്ലാ സൈറ്റ്സിലും കാണുന്ന പോലെ തന്നെയാണ് അവരത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ കൊടുത്ത ഇൻഫർമേഷനൊക്കെ കറക്റ്റാണ്, ട്രൂ ആണെന്നുള്ളതും. ആൻഡ് എന്തെങ്കിലും മിസ്ഇൻറ്റർപ്രിട്ടേഷൻ വരികയാണെങ്കിൽ അത് അക്കൗണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ പെർമിഷനും സൈറ്റിന് അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നൽകുന്നു എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്ലറേഷൻ കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ OTR എന്ന് പറയും, വൺ ടൈം രജിസ്ട്രേഷൻ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ലൈക്ക് നിങ്ങൾ ഇതുവരെ ആഡ് ചെയ്ത ഡീറ്റെയിൽസിൻ്റെ ഒക്കെ ഒരു മിനി സെക്ഷൻ ആയിരിക്കും. അതെങ്ങനെയാണ് നിങ്ങളെ PSC SSC ബാങ്ക് ചെയ്യാൻ ഒട്ടുമിക്ക സൈറ്റ്സിലുണ്ട് തോന്നുന്നു. PSCയിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. ആൻഡ് ദെൻ ഡിക്ലെയർ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രോസസ്സ് ഫുൾ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആയി. അപ്പം നിങ്ങൾക്ക് ആ സൈറ്റിൽ തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ നേരത്തെ കണ്ട വെബ്സൈറ്റ് ഇതാണ്. ഇതിൽ നിങ്ങൾ ലോഗിൻ ആൻഡ് രജിസ്റ്റർ ഓക്കെ പോയാൽ നിങ്ങൾ ലോഗിൻ ചെയ്തെന്ന് വെച്ചോ. ക്യാപ്ച എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് ഇതിപ്പോൾ പുതിയ സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസിന് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനും സെലക്ഷൻ പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇങ്ങനെ അവൈലബിൾ ആയിരിക്കും ഓൺലൈനിൽ. ഇത് മറന്നു പോകരുത്. SI ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെലക്ഷൻ പോസ്റ്റ് രണ്ടാണ്. നിങ്ങൾക്ക് ഏതാണ് അപ്ലൈ ചെയ്യാനുള്ളത് അപ്ലൈ ചെയ്യാം. ദെൻ സെലക്ഷൻ പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. സെലക്ഷൻ പോസ്റ്റിൻ്റെത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് സെലക്ഷൻ പോസ്റ്റിൻ്റെ കാര്യമായതുകൊണ്ട് മാത്രം ഞാനിവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ മൈ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് നേരത്തെ ഞാൻ ചെയ്ത് വെച്ചതിൻ്റെ മേക്ക് പേയ്മെൻറ്റും എല്ലാ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ഓക്കെ. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ നമുക്ക് നോക്കിയാൽ ഓക്കെ ഇങ്ങനെ ഉണ്ടാവും. ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് വിൻഡോയിൽ ഇങ്ങനെ കാണാം നിങ്ങൾക്ക്. ഇതാണ് കാൻഡിഡേറ്റ് പോർട്ടൽ ഡാഷ്ബോർഡാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ സെലക്ഷൻ പോസ്റ്റുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കാൻഡിഡേറ്റ്സ് നെയിം, ചേഞ്ച് നെയിം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡറൊക്കെ കൊടുത്ത ശേഷം കാറ്റഗറി, നാഷണാലിറ്റി, വിസിബിൾ മാർക്ക് ഓഫ് ഇൻഡിക്കേഷൻ. ഓക്കെ, അതൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടോട്ടലി 5 സ്റ്റേജസ് ആണ്. കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ, അത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അഡീഷണൽ ഇൻഫർമേഷൻ, അത് എക്സ് സർവീസ്മെൻ സ്റ്റാറ്റസ് ഉണ്ട്, പോസ്റ്റ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ മാത്രം നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് റിലേറ്റഡ് ഡീറ്റെയിൽസിലേക്ക് ഡയറക്റ്റ്ലി ജമ്പ് ചെയ്യാം. ദെൻ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിന് ബേസ് ചെയ്തിട്ട് പല ഡൗട്ട്സും വരുന്നുണ്ട്. ലൈവ് റെക്കോർഡിംഗ് അല്ല, ലൈവ് ഫോട്ടോ ആണ്. നിങ്ങൾ ഫോണിലാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കേസിൽ ന്യൂ ഫോട്ടോ ലൈവായിട്ട് അപ്ലോഡ് ചെയ്യണം. ഷെയ്ക്ക് ചെയ്യാൻ പാടില്ല. ദെൻ നല്ല ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ മാക്സിമം ശ്രമിക്കുക.
ഷെയ്ക്ക് ചെയ്യാനോ അല്ല അങ്ങനത്തെ ഒന്നും പറ്റാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ദെൻ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് സിഗ്നേച്ചർ അതൊക്കെ സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇനി പേഴ്സണൽ ആപ്പ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്കാൻ സിഗ്നേച്ചർ ലാപ്ടോപ്പിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഫോം പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ബേസിക്സ് ആണ് ഇത്രയും കാര്യങ്ങൾ. ഈ ജസ്റ്റ് ഇത് എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഓക്കെ. ഡിസ്ട്രിക്ട് പിൻ കോഡ് ഇതൊക്കെ ആഡ് ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് സർവീസ്മാൻ സ്റ്റാറ്റസ്. എക്സ് സർവീസ്മാൻ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ മാത്രമേ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഡേറ്റ് ഓഫ് ജോയിനിങ് ആംഡ് ഫോഴ്സസ് അതൊക്കെ ഒന്ന് ഇൻഡിക്കേറ്റ് അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മതിയാവും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തീരുന്ന പ്രോബ്ലമേ ഉള്ളൂ. പോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഏത് റീജിയൻ ആണ് കൊടുക്കുന്നത്, പോസ്റ്റ് കോഡ് ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന പോസ്റ്റ് കോഡ് നിങ്ങൾ ക്വാളിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നെയിം അത് ഏത് പോസ്റ്റ് നെയിമാണെന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കലി വെരിഫൈഡ് ആവും. ഇവിടെ പോസ്റ്റ് കോഡാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് പോസ്റ്റ് കോഡാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് നെയിം ആപ്ലിക്കബിൾ ആവുള്ളൂ. അതിന് ലെവൽ ഓഫ് പോസ്റ്റ്, അതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ അതിന് ആപ്റ്റ് ആണോ ഉള്ളതൊക്കെ ഇതൊക്കെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ. പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷൻ, ഡെസിഗ്നേഷൻ, നേച്ചർ, പീരീഡ്, നിങ്ങളുടെ സർവീസ് ഫ്രം സ്റ്റാർട്ടിങ് ഡേറ്റ് ടു ഹൗ ലോങ് യു ഹാവ് ബീൻ സർവീസ് ദാറ്റ് സെക്ഷൻ, അതായത് ടു എത്രാം തീയതി വരെ നിങ്ങളത് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എക്സാമിനേഷൻ സെൻറ്റേഴ്സൊക്കെ പ്രിഫറൻസ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക. നാട്ടിലുള്ള സെൻറ്റേഴ്സിന് മാക്സിമം കൊടുക്കാൻ നോക്കുക. ഫേസ് 12 എക്സാംസിൻ്റെത് നിങ്ങൾ മോർ ദാൻ 1 ചെയ്യുന്നുണ്ടെങ്കിൽ അതേ എല്ലാ എക്സാംസും അതേ പ്രിഫറൻസ് തന്നെ എഴുതേണ്ടി വരും. മാക്സിമം അടുത്തടുത്ത സെൻറ്റേഴ്സിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ കണക്ട് ചെയ്യാൻ പറ്റും. സ്പെസിഫൈഡ് ആയിട്ട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ക്യാപ്ചർ ലൈവ് ഫോട്ടോ ആൻഡ് ദെൻ അപ്ലോഡ് സിഗ്നേച്ചർ. ഇത് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് നിങ്ങളുടേത് സെറ്റായി. ക്യാപ്ചർ ലൈവ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ഫോട്ടോ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവർ നൽകിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. QR കോഡ് ത്രൂ ഒക്കെ ഇത് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് വായിച്ച് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ദെൻ ആഫ്റ്റർ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫ്സൊക്കെ ലൈവ് ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ ഫോമാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SSC 1 ടൈം രജിസ്ട്രേഷൻ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇനി സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വാക്കൻസീസ് എത്രയാണെന്നുള്ളതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത ശേഷം ഓക്കെ ദെൻ എല്ലാവർക്കും ബെസ്റ്റ് വിഷസിന് കൺസിഡർ ചെയ്യുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അപ്ലിക്കൻസ്. താങ്ക് യു. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം. ഇതാണ് അലൗഡഡ് ഫോട്ടോ. എക്സ്ട്രാ കളറും ക്ലോസ് ഒന്നും ആഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ കറക്റ്റ് ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യുക. മാക്സിമം ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഫോക്കസ് ചെയ്ത് മാത്രം ഈവൻ ഇറ്റ്സ് ടാബ് ഓർ പേഴ്സണൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്സ്, വെബ് ക്യാമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ബ്ലർ ആവാതിരിക്കാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ബ്ലർ ആവാതിരിക്കാൻ നോക്കുക. ഓക്കെ. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസൊന്നും അല്ല. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നിങ്ങളിത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നേരത്തെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും. ഗ്ലാസസ് ഇതൊന്നും മാക്സിമം വെക്കാതിരിക്കാൻ ശ്രമിക്കുക. So wishing every aspirant a very successful registration. ഈ ഫോമൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റഡ് രജിസ്ട്രേഷൻ ഈസ് ഓവർ. ഓക്കെ. താങ്ക് യു.